ഹലോ ഗൈസ്, നമുക്കിന്ന് ഒരു സിമ്പിളായിട്ടുള്ളൊരു ചാറുകറി ഉണ്ടാക്കാം. ഇപ്പം മീനില്ല, വേറെ ഇറച്ചിക്കറി ഒന്നുമില്ലെങ്കിൽ നമുക്കൊരു വായിക്ക് രുചിയായിട്ടൊരു ചാറായിട്ട് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വീട്ടമ്മമാർക്ക് ഒരു സിമ്പിളായിട്ട് എന്തെങ്കിലും ഒരു ചാറായിട്ട് വെക്കാനായിട്ടുള്ള ഒരു സാധാ ഒരു ചാറുകറി നമുക്കതെങ്ങനെ ഉണ്ടാക്കാം, എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ സൂപ്പർ സിമി എന്നാണ്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നേ, ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, അപ്പം വരൂ കൂട്ടുകാരെ, നമുക്ക് ചാറുകറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ സ്റ്റൗ കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക്, ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ, നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ചൂടാണല്ലോ, അപ്പോൾ ഈ തണുപ്പ് സമയത്ത് കടുക് ശരീരത്ത് ചെല്ലുന്നത് നല്ലതാണ്. കടുകത് ചൂടായി പൊട്ടട്ടെ കേട്ടോ. ഞാനിതിങ്ങനെ വെച്ച് കൊടുക്കുവാണ്, ചണ്ടത് പൊട്ടി കൂടുതൽ തെറിക്കാതിരിക്കാനായിട്ട്. ഇനി പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് ഇനി അതിലേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് മൂക്കട്ടെ കേട്ടോ. കണ്ടോ, ഞാനിവിടെ തേങ്ങ അടിച്ച ഒരു പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നതാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ തേങ്ങയുണ്ട്, പിന്നെ അതിൽ പച്ചമുളക്, ഇഞ്ചി, വേപ്പില, വെളുത്തുള്ളി, ഉലുവ, ഇത്രയും ഉപ്പ് ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് സവാള വാടിയ ശേഷം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാവുന്ന കേട്ടോ. അപ്പം ഞാനത് നേരത്തെ കാണിച്ചാണ്. അപ്പോൾ ഇടുമ്പോൾ അത് എന്തൊക്കെയാണ് അതിലിട്ടേന്ന് അറിയാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. നമുക്ക് മഞ്ഞൾപ്പൊടി, സവാള നന്നായിട്ട് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം.
ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഞാൻ നേരത്തെ എടുത്ത് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ തേങ്ങയുടെ, അത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അതൊന്ന് വാടട്ടെ കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം. കണ്ടോ, ഞാൻ ഒരു അല്ലി കീറി എടുത്തതാണത്. അതിൻ്റെ ഒരു പുളി ഭാഗം ഇത് അത്യാവശ്യം മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് തിളപ്പിച്ച വെള്ളം ഒഴിക്കാം. പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത് കേട്ടോ. പച്ചവെള്ളം ഒഴിച്ചാൽ കറിയുടെ ടേസ്റ്റേ പോകും. നമുക്ക് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ തിളപ്പിച്ച ആറിയ വെള്ളം ഉണ്ടെങ്കിൽ ഒഴിച്ചാലും മതി, ചൂടുവെള്ളം ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊഴിച്ചാലും മതി കേട്ടോ. നമ്മൾ കുടിക്കാൻ തിളപ്പിച്ച് വെക്കില്ല, അതിൽ നിന്ന് എടുത്ത് ഒഴിച്ചാൽ മതി. കറി വെക്കുമ്പോൾ അങ്ങനെ ചെയ്യണം. ഇതിൻ്റെ കുറുകലിൻ്റെ പാകം എത്രയാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് അതനുസരിച്ചുള്ള വെള്ളം ഒഴിക്കുക കേട്ടോ. കുറുകൽ വേണ്ടാത്ത ആളുകൾക്ക് ലൂസായിട്ട് എടുക്കാം. നല്ല നന്നായിട്ട് കുറുകിയിരിക്കണം എന്നുള്ള ആളുകൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഓരോന്നിൻ്റെ പാകം നോക്കി കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ലാസ്റ്റ് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു സവാള അരിഞ്ഞിടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് അതിൻ്റെ പുളിയൊക്കെ പുളിയിലുള്ള ഇവിടെ പുളിയുണ്ടല്ലോ, അതിൻ്റെ ആ പുളി രസമൊക്കെ നന്നായിട്ട് ഇതിൽ നിന്ന് ഇറങ്ങി വരട്ടെ. അതുവരെയും നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ പുളി നന്നായിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ഞാനൊരു മൺചട്ടിയിലോട്ട് മാറ്റാൻ പോവുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പുളിയുള്ളതല്ലേ, ചട്ടിക്ക് ദോഷം വരണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത് മൺചട്ടിയിലോട്ട് മാറ്റാൻ പോവുകയാണ്. ഞാൻ മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഈ സമയത്ത് നമുക്കിതിൽ ഉപ്പ് പോരാത്തതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഒന്ന് തിളച്ചാൽ മതി, കൂടുതൽ ഒന്നുമില്ല ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും കഷ്ണങ്ങളോ പച്ചക്ക
അങ്ങനെയുള്ളതൊക്കെ ഇട്ട് കൊടുത്താൽ കഷ്ണങ്ങളാകും കേട്ടോ. നല്ല മീൻകറി പോലെ ടേസ്റ്റ് തന്നെയായിരിക്കും കുടംപുളി ഇട്ടുകൊണ്ട്. കഷ്ണം കടിക്കാനായിട്ട് പച്ചക്കായ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഇപ്പോൾ എൻ്റെ ചാനലിൽ ഇപ്പോൾ ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വിഭവമായിട്ട് വരുന്നവരേക്കും ബൈ.